ഹലോ. അപ്പൊ നമുക്കൊരു മോർണിംഗ് റൊട്ടീൻ കണ്ടാലോ? മോർണിംഗ് റൊട്ടീൻ അല്ല, മോർണിംഗ് ടൈം. ഓഫീസിലോട്ട് പോകും വരെ ഉള്ള ഒരു ടൈം നമുക്ക് കാണാം. രാവിലെ എഴുന്നേറ്റു, തലേ ദിവസമേ എല്ലാം റെഡിയാക്കി വെച്ചു. എന്നാലേ 1.5 മണിക്കൂറിനുള്ളിൽ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് ഇതെല്ലാം ചടപടയെ തീരുള്ളൂ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന അരി സോന ബസൂരിയാണ്. എന്റെ അമ്മ ഒരു കർണാടകക്കാരിയാണ്. കർണാടകക്കാരി എന്ന് വെച്ചാൽ പക്ക കർണാടകക്കാരി. എന്റെ അച്ഛന് കർണാടകയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ലവ് മാരേജ് ആയിരുന്നു അവരത്. അപ്പോ എനിക്ക് അവരുടെ ചില ഫുഡുകള്, അവരുടെ ചില ഫങ്ഷൻസുകൾ, കൾച്ചർ എന്ത് പറയണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തലേദിവസത്തിന്റെ ബാക്കി ഉണ്ടായിരുന്ന നമ്മളെ റവ അപ്പത്തിന്റെ മാവായിരുന്നു. 2 ഉണ്ടായിരുന്നു. ഈ റവ ബേസ് ചെയ്ത് എന്തുണ്ടാക്കിയാലും ഇതുപോലെ ഓടിക്കളിക്കും. എന്താണ് എന്തോ റവയും ഞാനുമായിട്ട് സെറ്റ് ആവുന്നില്ല. പക്ഷെ ടേസ്റ്റ് അപാരമാണ്. റവ ദോശ ആയാലും റവ അപ്പം ആയാലും. ഇത് പിന്നെ നമ്മളെല്ലാരും തലേ ദിവസം ആട്ടി വെച്ച മാവ് പിറ്റേ ദിവസം എന്തായി എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കാണില്ലേ? എനിക്ക് നന്നായിട്ടുണ്ട്. കാര്യം ഇതനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാം പോകുന്നത്. ഇതെങ്ങാനും ഫ്ലോപ്പ് ആയ പിന്നെയും ടൈമിന് കീടാവും, എല്ലാം ഫ്ലോപ്പ് ആവും. അപ്പോ ഇന്ന് ഞാൻ നോക്കിയപ്പോ സൂപ്പർ സെറ്റ് ആയിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. ഭയങ്കര സന്തോഷമായി. അങ്ങനെ മാവിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് സൂപ്പറാക്കി കാലക്കി എടുത്ത് ദോശ ചൂടാൻ തുടങ്ങി. അപ്പൊ ദോശ എൻ്റെ അടുത്ത് ഇതുപോലെ കളിക്കാറില്ലേ? റവ ബേസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ മാത്രം ഇങ്ങനെ ഓടിക്കളിക്കാറുണ്ട്. അത് അങ്ങാനും മടങ്ങിപ്പോയാൽ പിന്നെ അതിനേക്കാൾ പ്രശ്നമാണ്, ഒട്ടിപ്പോലെയാണ്. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവോ എന്ന് കമന്റ് ചെയ്യേ. പക്ഷെ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. റവ ദോശ ആയാലും അതുപോലെ തന്നെ റവ അപ്പം ആയാലും. അപ്പൊ ഞാൻ ടക്കേന്നും പറഞ്ഞിട്ട് നമ്മുടെ ദോശയും റെഡിയാക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ ഇല്ലെന്ന് അറിഞ്ഞൂടെ? ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോന്റെ ലാസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. എന്താന്ന് വെച്ചാൽ ചില ആംഗിളിൽ നിന്ന് എന്നെ നോക്കുമ്പോൾ ഒരു കർണാടകക്കാരി, ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് തോന്നുന്നില്ലേ? മേ ബി ഞാൻ പകുതി കർണാടകക്കാരി ആയതുകൊണ്ടാവാം. അപ്പോൾ അച്ഛനും മോക്കും ഉള്ള ലഞ്ച് ബോക്സൊക്കെ പ്രിപ്പയർ ചെയ്ത് അച്ഛനെയും പറഞ്ഞുവിട്ട് മോളെയും പറഞ്ഞുവിട്ട് ഞാൻ നേരെ എൻ്റെ ലോകത്തിലോട്ട് വന്നു. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾ നോക്കണേ. ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ടച്ചില്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേ. ബൈ.